ശരിക്കും ടീച്ചർക്ക് എത്ര വയസ്സായി? 44. അപ്പൊ ഞാൻ ടീച്ചർ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്, ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബോൾഡ് ആയിട്ടാണ് ടീച്ചർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ടീച്ചറെ സാരി ആയിക്കോട്ടെ, വള ആയിക്കോട്ടെ, മാല ആയിക്കോട്ടെ, കമ്മലായിക്കോട്ടെ, എല്ലാം ഭയങ്കര എങ്ങനെ 44 വയസ്സിലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ട്രെൻഡ് സെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ. സാധാരണ ട്രെൻഡിന് പുറകെ ഞാൻ പോകാറില്ല. ഇപ്പൊ തൃശ്ശൂർ അടുത്തുള്ള ചെറിയ കടകളിലൊക്കെ ആളുകൾ നിഷ ടീച്ചർ ഇട്ട വളയും മാലയും കമ്മലൊക്കെ അന്വേഷിച്ച ആളുകൾ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമില്ല. സാധാരണ നമ്മളൊരു ഫാഷന്റെ പുറകെ പോയിട്ട് അപ്പൊ അത് മാറി നമ്മളൊരു ട്രെൻഡ് സെറ്റർ ആവാന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ബേസിക്കലി അത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. കാരണം പലരും വയസ്സായി, ഇപ്പൊ ഞങ്ങൾ തന്നെ സ്കൂളിന്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ വെക്കുമ്പോ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ വയസ്സായി, പിള്ളേരുടെ കല്യാണമൊക്കെ ആയിടി, വയ്യട്ട, മുട്ടുവേന, നടുവേന, ആ ഒരു അവസ്ഥയിലേക്ക് സൈഡായി, മൊത്തം പ്രാരാബ്ദ. ഞാനിപ്പോഴും ആരെങ്കിലൊക്കെ ക്യാമറമാൻമാരെ വിളിച്ച് കൊളാബ് വീഡിയോയും ചെയ്ത്, ഇപ്പൊ ഇന്നലെ രാമായണ മാസത്തിന്റെ വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ പറ്റുക. ക്യാമറ, 2 സാധനങ്ങളാണ് എന്റെ വീക്ക്നെസ്. ഒന്ന് ക്യാമറ, മറ്റൊന്ന് മൈക്ക്. ഇത് രണ്ടും കയ്യിൽ പോകും. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോകും. 2 മക്കളാണ് എനിക്ക്. മൂത്ത മോൾക്ക് ഇപ്പൊ 21 വയസ്സ്, മെഹറിന്റെ ഒക്കെ ഒരു പ്രായം. ചെറിയ മോൾക്ക് 11 വയസ്സ്. മൂത്ത മോൾ അപർണ, ചെറിയ ആൾ അർച്ചന. മൂത്ത ആളാണ് എല്ലാത്തിനും സപ്പോർട്ട്. അവളാണ് ക്യാമറ, അവളാണ് എഡിറ്റിങ്, അവളാണ് എല്ലാ കാര്യത്തിലും. അവൾക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. അമ്മ അതൊക്കെ നിഷ ടീച്ചർ തന്നെയാണ് അവളും വിളിക്കുക. നിഷ ടീച്ചർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവള് കൂടെ നിൽക്കും. അവള് ഓൺ സ്ക്രീൻ അല്ല, ബാക്കിൽ നിൽക്കും. അതെ. 2 ഏജ് ഗ്രൂപ്പിലുള്ള മക്കളാണ്. ഇവർക്ക് ടീച്ചർ എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത്? പ്രത്യേകിച്ച് ഉപദേശം കുട്ടികൾക്ക് എനിക്ക് മനസ്സിലായത്തോളം ടീച്ചർ ഒരിക്കലും ഇവരുടെ അടുത്ത് പ്രണയിക്കരുതെന്ന് പറയൂല. അയ്യോ, പ്രണയം എന്തായാലും വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ ചെറിയ മോളുടെ കാര്യത്തിലാണ് എനിക്കൊരു പേടിയുള്ളത്. കാരണം അത് എന്റെ കറക്റ്റ് ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാ. 11 വയസ്സായിട്ടുള്ളൂ. അവൾക്ക് ഇനി ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം, ഞാൻ മിക്കവാറും സ്കൂളിൽ എന്നെ പെറ്റ് കെടുക്കേണ്ടി വരും. കാരണം അവളുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട്. മൂത്ത മോൾക്ക് പിന്നെ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ നിർബന്ധിക്കുന്നുണ്ട്. നമ്മള് നിർബന്ധിച്ചിട്ട് കാര്യമില്ല. പ്രണയമൊക്കെ ഒരാൾക്ക് സ്വയം തോന്നേണ്ട വികാരമാണ്. അപ്പൊ അവളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ചിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറയും, ഇങ്ങനെ സ്പെഷ്യൽ ഫീസ് ഒക്കെ തരണം, ഫ്രീ കൺസൾട്ടേഷൻ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അത്രയും ഫ്രീ ആണ് ഞാൻ. കാരണം വെച്ചാൽ എനിക്ക് എന്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഒരു പാരന്റിങ് കിട്ടിയിട്ടില്ല. കാരണം എന്റെ അപ്പനും അമ്മയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള. പപ്പ മരിച്ചു. പപ്പ ഒന്നും ഒരു അക്ഷരം ഉണ്ടാറില്ല വീട്ടില്. പപ്പയ്ക്ക് 6 ഭാഷ എന്തോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. പപ്പ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡയറി നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് 6 ഭാഷ അറിയുമായിരുന്നു എന്ന് അതിൽ എഴുതി വെച്ച് കണ്ടത്. മലയാളം പോലും പറയണം ഞാൻ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ 6 ഭാഷ. അതേസമയം അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ്. അതായത് മക്കൾ ഇങ്ങനെ അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, കറക്റ്റ് സമയത്ത് വീട്ടിലെത്തണം, 7 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പഴയ ചിന്താഗതിയുള്ള ഒരു അമ്മയാണ്. അപ്പൊ അങ്ങനെ ഒരു വീടാവുമ്പോ നമ്മളൊരു കാര്യം അന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടാവുമ്പോ എങ്ങനെയൊക്കെ ഒരു പാരന്റ്സ് ആകരുത് എന്നുള്ളൊരു സംഭവം നമ്മൾ ചെറുപ്പം മുതലേ ഈ വന്ന സംഭവങ്ങളുണ്ടല്ലോ, അതിൽ നമുക്ക് മനസ്സിലായി എങ്ങനെയൊക്കെ പാരന്റ്സ് ആകരുത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അത് തന്നെ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എത്രത്തോളം മക്കളുടെ അടുത്ത് ഫ്രീ ആവാൻ പറ്റുമോ. പക്ഷെ എന്റെ മുഖം ഒന്ന് മാറി അവർക്കറിയാം, മനസ്സിലാവും. ചീത്തയൊന്നും ഞാൻ പറയില്ല. ഇത്രയൊക്കെ ബ്ലാ 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 എന്ന് പറയുന്ന ഞാൻ ചിലപ്പോ ഒന്ന് സൈലന്റ് ആയി കഴിഞ്ഞാൽ അവർ കരയും. ഒന്നും മിണ്ടില്ല ഞാൻ ആ സമയത്ത്. അതായത് അപ്പൊ ആ ഒരു നിശബ്ദത ഉണ്ടല്ലോ, അത് ശരിക്കും ഇങ്ങനെ ഒന്നും മിണ്ടില്ല. ചില ആളുകൾ ഇങ്ങനെ മറ്റേ കത്തി താഴെയിട അങ്ങനത്തെ ഡയലോഗൊന്നുമില്ല. എനിക്ക് അങ്ങനെ മക്കളുടെ കാര്യത്തിലൊന്നും അങ്ങനെ ദേഷ്യമൊന്നും വരില്ല. പക്ഷെ അങ്ങനെ അത്രയും വശപ്പശകായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എനിക്ക് ശരിക്കും ദേഷ്യം വരെ നോണ പറയുമ്പോഴാണ്. കാരണം ഞാൻ അവരുടെ അടുത്ത് പറയാം, നിങ്ങൾ ഒരാളെ തല്ലി കൊന്നിട്ട് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എന്നെ ബൈ മിസ്റ്റേക്ക് എനിക്ക് അങ്ങനെ ഒരു സംഭവം വന്നു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെ വേണമെങ്കിൽ വരും. പക്ഷെ എൻ്റെ അടുത്ത് നുണ പറഞ്ഞ ഭയങ്കര അഡിഷൻ എനിക്കത്. നുണ പറയണ ആളുകളെ ഞാൻ പിന്നെ വെച്ചോണ്ടിരിക്കില്ല. എനിക്ക് ഏറ്റവും അതിപ്പോഴും പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരാം. നുണ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാതെ. കാരണം ഞാൻ നുണ പറയാറില്ല. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ശരി ചെയ്തു, ഈ തെറ്റ് ശരി എന്ന് പറയുന്ന സംഭവം തന്നെ ആപേക്ഷികമാണ്. അതുപോലും വളരെ പബ്ലിക്കിൽ വിളിച്ചു പറയാൻ ഭയങ്കര കരുത്തുള്ള ഒരാളാണ് ഞാൻ. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണെന്ന് പറയാൻ ഞാൻ ആരെ ഭയക്കണം. മാധവിക്കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണത്. ഞാൻ കുറെ സംസാരിച്ചോണ്ടിരിക്കും. ഇടയ്ക്ക് മെഹർ ചോദിച്ചില്ലെങ്കിൽ മെഹർ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്, കുറച്ച് മെഹറിന് സംശയം തോന്നും. അല്ല, അപ്പൊ ഞാൻ എന്തിനാ അവിടെ ഇരിക്കണേ, ഞാൻ അല്ല പിന്നെ ടീച്ചർക്ക് തന്നെ അപ്പൊ ഇടയിലിടയിൽ കുട്ടി ഒരു ചോദ്യം ചോദിക്കാം. ഹസ്ബൻഡ് എത്രത്തോളം സപ്പോർട്ടീവ് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്? അദ്ദേഹം ഞാനും തമ്മിൽ, സാബു എന്നാണ് പേര്, ആള് തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്, ജ്വല്ലറിയിലാണ്. അപ്പൊ ഞാനും സാബും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഞാൻ 44, ആൾക്ക് 54. അപ്പൊ ശരിക്കും ഒരു പഴയ ഒരു ചിന്താഗതി, അതായത് ഒരു പക്ക ഒരു
സാധാ ഒരു മലയാളി ആറ്റിറ്റ്യൂഡാണ് ആളുടെ. അത് സാധാ മലയാളി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ച് ജീവിക്കുന്നു, മരിക്കുന്നു. അതാണ് ഒരു സാധാ മലയാളി ആറ്റിറ്റ്യൂഡ്. അതാണ് ആള്. അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, മറ്റുള്ളവർ ഇപ്പൊ ഞങ്ങള് ഒന്നിച്ചൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ പോലും ഞാനിങ്ങനെ ഭയങ്കര അങ്ങനെ ചിരിക്കും. മറ്റേ പഴയ നാടകത്തിലൊക്കെ ആൾക്കാർ ചിരിക്കുന്നത് അങ്ങനത്തെ ചിരിയൊക്കെ ചിരിക്കും. എന്നോട് പറയും ഒച്ചിട്ട് സംസാരിക്കല്ലോ, ഒച്ചിട്ട് ചിരിക്കല്ല, ആൾക്കാർ ശ്രദ്ധിക്കും. ഞാൻ ചോദിക്കും നീ നാട്ടുകാർ ചെലവിലൊന്നല്ലോ നമ്മൾ ജീവിക്കണം. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഫ്രീ ആയി, അതായത് എപ്പോഴും ഓൾവേസ് കോൺഷ്യസ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ ആളെ സംബന്ധിച്ച് എനിക്കിതൊക്കെ ചെയ്യാം, പക്ഷെ ആൾക്ക് ആളുടെ വഴി, എനിക്ക് എന്റെ വഴി എന്നുള്ളൊരു രീതിയാണ്. ഞാനിതിന് പോകുന്നതിനോടൊന്നും ആൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ആളെ ഒരിക്കലും പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ ഇവിടെ തൊട്ടപ്പുറത്ത് സാബുവിനെ കൊണ്ട് ഇരുത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും ആള് വരില്ല. അപ്പൊ അങ്ങനെ, അതായത് എനിക്ക് എന്റെ വഴി, ആൾക്ക് ആളുടെ വഴി എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ ഇപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കേൾക്കുന്നതാണ്, പ്ലസ് 2 വരെ ഒന്നും ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു, ഹോസ്റ്റലിൽ പോയിട്ട് ആ പിള്ളേരെ കൂട്ടുകൂടിയാണ് നശിച്ചു പോകുന്നത്. ആ പറഞ്ഞ ഇതിനോട് ടീച്ചർ യോജിക്കും? പിയർ ഗ്രൂപ്പ് ഡെഫിനറ്റ്ലി നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ അതൊരു തർക്കമില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും കാലം നമ്മളുടെ ഒരു സംരക്ഷണയിൽ കഴിയുന്ന കുട്ടികളായിരിക്കും. പക്ഷെ ഹോസ്റ്റലിൽ പോയി കഴിയുമ്പോൾ അവരെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. ഈ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ, ഞാൻ ഭയങ്കര ഒരു കട്ട ലാലേട്ടൻ ഫാനാണ്. പവിത്രം എന്ന് പറഞ്ഞൊരു മൂവി പണ്ടത്തെ അതില് ബിന്ദുജ മേനോൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. അവര് പഴയ നാടൻ സ്റ്റൈലിൽ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ സിനിമയില് ബിന്ദുജ മേനോൻ കുറെ നാളുകൾക്ക് ശേഷം ഹോസ്റ്റൽ ലൈഫിലേക്ക് പോവാണ്. അപ്പൊ അത്ര കാലം ഒരു നാടൻ രീതിയിൽ വളർന്നു വന്ന ആ കുട്ടീനെ ഹോസ്റ്റലിൽ നശിപ്പിക്കാനായിട്ട് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് സെയിം പിയർ ഗ്രൂപ്പ് നശിപ്പിക്കുന്ന ഒരു രീതി, അത് സത്യം തന്നെയാണ്. നമ്മളെ ഡെയിലി ഒരാള് കുറെ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി തരുമ്പോ, കാരണം ആ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഫ്ലെക്സിബിൾ ആവുന്നു. ഇപ്പൊ സിമെന്റ് ഒക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ? സിമെന്റ് ഇട്ട സ്ഥലത്ത് നമ്മളിങ്ങനെ നടക്കാന്ന് വിചാരിക്കും, ഉണങ്ങണേക്കാൾ മുമ്പ് എന്താ ഉണ്ടാവുക? പെട്ടെന്ന് ഇതാവും, നമ്മുടെ കാലിന്റെ പാടുകൾ അവിടെ വരും. അതുപോലെയാണ്. അതായത് അവര് ഓൾറെഡി എന്താ പറയാ, അവരൊന്നും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടില്ല. ഇപ്പൊ ടീനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവരിലേക്ക് എത്തിക്കുന്ന പോയിന്റുകളെല്ലാം സത്യമാണെന്ന് വിചാരിച്ചിട്ട് അവർ ആ ഒരു ട്രാക്കിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ വീക്കെൻഡിലൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും നമ്മൾ അവരെടുത്ത് ആ ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കാം. മീൻസ് അവിടെ ഉണ്ടായ ഇഷ്യൂ ആണ്. ഇപ്പൊ ഒരു കഞ്ചാവ് അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ ഇപ്പൊ അധികം, മയക്കുമരുന്ന് പോലെയുള്ള സംഭവങ്ങൾ. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ചിലപ്പോൾ 1-2 പ്രാവശ്യം അവർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് അടിച്ച് തമ്പോറാക്കല്ല വേണ്ടത്, പറയാ ഇന്നതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ചേർത്ത് പിടിക്കലാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അടിക്കാൻ ആർക്കും പറ്റും, അടിക്കാണ്ട് നമ്മളെ ചേർത്ത് നിർത്താന്ന് പറയുന്നത് അത് വളരെ അപൂർവ ആളുകൾക്ക് മാത്രം പറ്റും. കാരണം ഈ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയിട്ടുള്ള മക്കളില്ലേ, അവരാണ് ഏറ്റവും കൂടുതൽ കുരുത്തക്കേടിനും എല്ലാ കാര്യങ്ങളും. ഞാനൊക്കെ അങ്ങനെയാണ്, എന്നെയൊക്കെ സ്ട്രിക്റ്റ് ആയി വളർത്തിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സത്യം. കാരണം ഞാൻ പറയുകയാണെങ്കിലേ നമുക്ക് എപ്പോഴും ഒരു വേലി നമ്മുടെ ചുറ്റും കെട്ടുമ്പോഴാണ് ആ വേലി ബ്രേക്ക് ചെയ്യണം. തീർച്ചയായും അല്ലെ, വേലി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ഇവിടെ ഒരു ബോക്സ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പൊളിച്ചപ്പുറത്തേക്ക് പോകും. അപ്പൊ എന്നെ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട്, അപ്പൊ ഇപ്പോഴും അമ്മ പറയും അങ്ങനെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ കാരണം നീ ഇങ്ങനെയെങ്കിലാണെന്ന്. ഒക്കെ വെറുതെ തോന്നുക. നമുക്ക് എന്താണോ കിട്ടില്ല എന്ന് തോന്നുന്നത് അത് കിട്ടാനുള്ള ആഗ്രഹം നമുക്ക് കൂടുതലായിരിക്കും. ഇപ്പൊ ഞാൻ പഠിച്ചത് മുഴുവൻ കോൺവെന്റ് സ്കൂളിലാണ്, മുഴുവൻ ഗേൾസ് ഓൺലിയിലാണ് പഠിച്ചത്. അപ്പൊ ഈ ഗേൾസ് ഓൺലിയിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾക്കാണ് എപ്പോഴും ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അവർക്ക് മറ്റേ സെക്സിലുള്ള ആളുകളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയില്ല. അപ്പൊ ഞാൻ എന്താ പറയാ 10ാം ക്ലാസ് വരെ ഹോളി ഫാമിലി സ്കൂളിലാണ് പഠിച്ചത്. മുഴുവൻ തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് സെന്റ് മേരീസില്, ഡിഗ്രിക്ക് പഠിച്ചത് വിമലയില്. അപ്പൊ ഒക്കെ പഠിച്ചത് അവിടെ മുഴുവൻ പെൺപിള്ളേരെ കാണണേ. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൺപിള്ളേരെ ബോയ്സിനെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എന്തോ ആ ഒരു ബട്ടർഫ്ലൈ ഫീലിംഗ് ഉണ്ടല്ലോ, അത് 24 മണിക്കൂർ ഉണ്ടാവും. ഈ ബട്ടർഫ്ലൈ എപ്പോഴും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതേസമയം മിക്സഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവും. കണ്ട് ആൺപിള്ളേരെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു പ്രത്യേക ഒരു ജീവിയൊന്നും അല്ല. അതേസമയം ഈ കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് എപ്പോഴും ഫ്രസ്ട്രേഷൻസ്. അപ്പുറത്തിരുന്ന് കൈയും കലാശം കാണിക്കുന്ന ആളുകൾക്കൊക്കെ ഈ കോൺവെന്റ് സ്കൂളിലുള്ള ആരുടെ കയ്യിൽ നിന്നൊക്കെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. മാർഷലിനും കിട്ടിയില്ല, ആരുണ്ടും കണ്ടില്ല. എന്തിനാണ് ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കണ്ടിന്യൂ.